മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച മാസ് ഫാമിലി ഹിറ്റുകൾ എടുത്താൽ അതിൽ ജോഷി ഡെന്നിസ് ജോസഫ് കൂട്ടുകെട്ടിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. അതിലൊന്നാണ് 1988 തിയേറ്ററുകളെ ഇളക്കിമറിച്ച സംഘം. മമ്മൂക്കയുടെ കരിയറിലെ ഏറ്റവും മികച്ച മാസ് കഥാപാത്രങ്ങളിൽ ഒന്നായ കുട്ടപ്പായിയെ സമ്മാനിച്ച സിനിമ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സംഘം സിനിമയുടെ കഥയെക്കുറിച്ചും അന്നത്തെ അതിൻ്റെ ബോക്സ് ഓഫീസ് വിജയത്തെക്കുറിച്ചുമാണ്. കോട്ടയം പശ്ചാത്തലമാക്കിയാണ് സിനിമയുടെ കഥ നടക്കുന്നത്. ഇല്ലിക്കൽ രാപ്പായി എന്ന കഞ്ഞിച്ചെറുകനായ വലിയൊരു പണക്കാരൻ തിലകൻ ചേട്ടൻ തകർത്താടിയ വേഷം. അദ്ദേഹത്തിന്റെ ധിക്കാരിയും തന്നിഷ്ടക്കാരനുമായ മകനാണ് കുട്ടപ്പായി. നാട്ടിൽ സുഹൃത്തുക്കൾക്കൊപ്പം അടിച്ചു പൊളിച്ചു നടക്കുന്ന കുട്ടപ്പായിയും അച്ഛൻ രാപ്പായിയും തമ്മിൽ എപ്പോഴും വഴക്കാണ്. അങ്ങനെ ഇരിക്കെ നാട്ടിലെ ഒരു വള്ളംകളി മത്സരവുമായി ബന്ധപ്പെട്ട് വലിയൊരു തർക്കമുണ്ടാകുന്നു. ഇതേ തുടർന്ന് കുട്ടപ്പായിക്കും കൂട്ടുകാർക്കും സ്വന്തം നാട്ടിൽ നിന്നും കുറച്ചു കാലത്തേക്ക് മാറി നിൽക്കേണ്ടി വരുന്നു. ഈ നാടുവിടലാണ് കുട്ടപ്പായിയുടെ ജീവിതത്തെ അപ്പാടെ മാറ്റിമറിക്കുന്നത്. നാടുവിട്ടു നിൽക്കുന്ന സമയത്താണ് കുട്ടപ്പായി ഒരു ഞെട്ടിക്കുന്ന സത്യം അറിയുന്നത്. തനിക്കൊരു മകളുണ്ടെന്ന വിവരം അവൻ തിരിച്ചറിയുന്നു. സ്വന്തം അച്ഛനായ രാപ്പായി പോലും അറിഞ്ഞു ചെയ്ത ഒരു വലിയ ചതിയുടെ കഥയായിരുന്നു അത്. ആ കുട്ടിയെ വളർത്താൻ ഏൽപ്പിച്ച ക്രൂരനായ ഒരു വേലക്കാരൻ പണം തട്ടിയെടുക്കുക മാത്രമല്ല, ആ കുട്ടിയുടെ അമ്മയെ വേശ്യാവൃത്തിയിലേക്ക് തള്ളിവിടുകയും ചെയ്തു. ഒടുവിൽ കുട്ടപ്പായിയുടെ മകളെയും അയാൾ അതേ ചതുപ്പിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുന്നു. ഇതറിഞ്ഞ ആവേശത്തോടെ പാഞ്ഞെത്തുന്ന കുട്ടപ്പായി സ്വന്തം ചോരയെ രക്ഷിക്കാൻ നടത്തുന്ന പോരാട്ടമാണ് സിനിമയുടെ ക്ലൈമാക്സ്. വൈകാരികതയും ആക്ഷനും കൃത്യമായി ചേർത്ത് വെച്ച ഒരു പക്കാ ഡെന്നിസ് ജോസഫ് മാജിക്. ഇനി കളക്ഷൻ വിവരങ്ങളിലേക്ക് വന്നാൽ 80കളിൽ ഇന്നത്തെ പോലെ കൃത്യമായ ബോക്സ് ഓഫീസ് ട്രാക്കിംഗ് സംവിധാനങ്ങൾ ഇല്ലായിരുന്നു. എങ്കിലും 1988 മെയ് 18 റിലീസ് ചെയ്ത സംഘം കേരളത്തിലുടനീളം വൻ തരംഗമാണ് സൃഷ്ടിച്ചത്. തിയേറ്ററുകൾ ദിവസങ്ങളോളം ഹൗസ്ഫുള്ളായി ഓടി. മമ്മൂട്ടിയുടെ മാസ് പ്രകടനവും തിലകന്റെ തകർപ്പൻ അഭിനയവും പാർവതി, സരിത എന്നിവരുടെ സാന്നിധ്യവും ചിത്രത്തെ ആ വർഷത്തെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ സിനിമകളിൽ ഒന്നാക്കി മാറ്റി. മമ്മൂക്കയുടെ കുട്ടപ്പായിയെയും സംഘത്തെയും നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമാണ്? ഈ സിനിമയിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട സീൻ താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.